ഹായ്, വെൽക്കം. ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകളാണ് നമ്മളിന്ന് എക്സാംപ്ലിഫൈ ചെയ്യുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഹാഡ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. ഞാൻ അവനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ടോൾഡ് ഹിം. ഐ ഹാഡ് ടോൾഡ് ഹെർ. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നു എന്ന് പറയുക. അതേ സമയത്ത് നമുക്ക് ഉദാഹരണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? സിമ്പിളാണ്. ഹാഡ് പ്ലസ് നോട്ട്. ഹാഡ് നോട്ട്. I had not invited her for the party, right? I had not invited her to the program. I had not invited her to the party. I had not invited her to the feast. സൽക്കാരത്തിലേക്ക് ഞാൻ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഹാഡ് പ്ലസ് നോട്ട്, ഹാഡിൻറ്റ് എന്ന് പറയാം ഷോർട്ടാക്കിയിട്ട്. ഹാഡിൻറ്റ്. ഹാഡ് പ്ലസ് നോട്ട്, ഹാഡിൻറ്റ്. ഹാഡ് നോട്ട്, ഹാഡിൻറ്റ്. റൈറ്റ്? സ്വാഭാവികമായും ഹാഡ് എന്ന് വരുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന വേർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. ഉദാഹരണത്തിന് ഐ ഹാഡ് ഇൻവൈറ്റഡ്. അതുപോലെ തന്നെയാണ് ഐ ഹാഡിൻറ്റ് ഇൻവൈറ്റഡ്. ഐ ഹാഡിൻറ്റ് ഇൻവൈറ്റഡ് ഹെർ. ഞാൻ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. റൈറ്റ്? They hadn't informed me about the program. They hadn't informed me about the program schedule. പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ച് അവർ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. റൈറ്റ്? കുറച്ച് മുൻപ് കഴിഞ്ഞു പോയതാണ്. ഉണ്ടായിരുന്നില്ല. They hadn't informed me. Right? I hadn't told him about my job promotion. I hadn't told him about my job promotion. സോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഹാഡിൻറ്റ്. മറന്നു പോകില്ലല്ലോ. ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹാഡ് ഇൻഫോംഡ്, ഹാഡ് ടോൾഡ്. അതേസമയം ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഹാഡിൻറ്റ്, ഹാഡ് നോട്ട് ഓർ ഹാഡിൻറ്റ്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്. കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതി താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ചേർത്തോളൂ. ബൈ, ടേക്ക് കെയർ.